നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് ഒരു ബമ്പർ ലോട്ടറി അടിച്ചാലോ? കൈ നിറയെ പണവും സൗജന്യ വിമാന ടിക്കറ്റ് നൽകി ദയവ് ചെയ്ത് നിങ്ങൾ നാട് കടക്കണം എന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക അപേക്ഷിക്കുന്ന ഒരു കാലം. ഇത് തമാശയല്ല. 2026 അമേരിക്കയുടെ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നീക്കത്തെക്കുറിച്ചാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് സ്വയം നാട് കടക്കാൻ അമേരിക്ക നൽകുന്ന $2600, അതായത് ഏകദേശം 2 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയുടെ ഓഫർ. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം? ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഡെങ്കി റൂട്ടിലൂടെ അമേരിക്കയിലെത്തിയ ഇന്ത്യക്കാരുടെ ഗതി എന്താകും? ഈ നീക്കം ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങളെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം കാര്യത്തിലേക്ക് വരാം. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അനധികൃതമായി അമേരിക്കയിൽ തുടരുന്നവർ സ്വയമേ രാജ്യം വിടാൻ തയ്യാറായാൽ അവർക്ക് $2600, ഏകദേശം 2.15 ലക്ഷം രൂപ സ്റ്റൈഫൻഡായി നൽകും. ഒപ്പം സ്വന്തം രാജ്യത്തിലേക്കുള്ള സൗജന്യ വിമാന ടിക്കറ്റും. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് സേഫ്റ്റി അല്ലെങ്കിൽ ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായാണ് ഈ ഓഫർ വരുന്നത്. ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത് ഏറ്റവും മികച്ച ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നാണ്. എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ഒരു ഓഫർ നൽകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ കൃത്യമായ ഒരു കണക്കുകൂട്ടലുണ്ട്. ഒരു വ്യക്തിയെ ബലമായി നാടുകടത്താൻ അമേരിക്കൻ സർക്കാരിന് ഏകദേശം $18,000, അതായത് 15 ലക്ഷം രൂപ ചെലവ് വരും. അവരെ പിടികൂടണം, തടവിലാക്കണം, കോടതി കയറ്റണം, പ്രത്യേക വിമാനത്തിൽ അയക്കണം. എന്നാൽ $2600 കൊടുത്താൽ ആൾ സ്വയമേ പോയിക്കോളും. വിമാന ടിക്കറ്റും കൂടി ചേർത്താൽ ആകെ ചെലവ് $5000 താഴെ. അതായത് ഒരാളെ പുറത്താക്കുമ്പോൾ അമേരിക്കയുടെ ഖജനാവിന് ലാഭം ഏകദേശം 10 ലക്ഷം രൂപ. ഇതൊരു ബിസിനസ് ഡീലാണ്. പക്ഷേ ഇതിന്റെ മറുവശത്ത് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും എന്തിന് കേരളത്തിൽ നിന്ന് പോലും 40-50 ലക്ഷം രൂപ ഏജന്റുമാർക്ക് കൊടുത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ഡെങ്കി റൂട്ടിലൂടെ മെക്സിക്കോ മതിൽ ചാടിക്കടന്നവർ. അവർക്ക് തിരികെ ലഭിക്കുന്നത് വെറും 2 ലക്ഷം രൂപയും ഒരു വിമാന ടിക്കറ്റും മാത്രമാണ്. 50 ലക്ഷം മുടക്കി പോയവർ 2 ലക്ഷം വാങ്ങി തിരിച്ചു വരേണ്ടി വരുന്ന ഗതികേട്. ഇവിടെയാണ് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ നിലപാട് പ്രസക്തമാകുന്നത്. ഇന്ത്യ എപ്പോഴും ലീഗൽ മൈഗ്രേഷൻ അഥവാ നിയമപരമായ കുടിയേറ്റത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ H-1B വിസക്കാരും IT പ്രൊഫഷണലുകളും ഡോക്ടർമാരും അമേരിക്കയുടെ വളർച്ചയുടെ നട്ടെല്ലാണ്. എന്നാൽ അനധികൃത കുടിയേറ്റം ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ഈ ട്രംപ് നയം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടിനെ പരോക്ഷമായി സഹായിക്കുകയാണ് ചെയ്യുന്നത്. അനധികൃത കുടിയേറ്റക്കാർ തിരികെ വരുന്നതോടെ നിയമപരമായി പോകുന്ന ഇന്ത്യക്കാർക്കുള്ള അവസരങ്ങൾ വർദ്ധിക്കാനേ വഴിയുള്ളൂ. ഇതൊരു മുന്നറിയിപ്പാണ്. അമേരിക്കൻ സ്വപ്നം എന്നത് ഇനി പഴയതുപോലെ എളുപ്പമാകില്ല. അനധികൃതമായി അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നവർക്ക് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ $2600 വാങ്ങി മാന്യമായി മടങ്ങുക, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ട് കൈവിലങ്ങ് വെച്ച് നാട് കടത്തപ്പെടുക. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അമേരിക്കയിലേക്ക് ഒരു വിസ പോലും കിട്ടില്ല. ഇന്ത്യൻ യുവാക്കൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഏജന്റുമാരുടെ വാക്ക് കേട്ട് ലക്ഷങ്ങൾ മുടക്കി കാട് കയറി അമേരിക്കയിൽ പോയി ഒളിച്ചു താമസിക്കുന്നതിനേക്കാൾ അന്തസ്സ് വളരുന്ന ഇന്ത്യയിൽ അധ്വാനിക്കുന്നതിനാണ്. ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യ അല്ല, ലോകം ബഹുമാനിക്കുന്ന സാമ്പത്തിക ശക്തിയാണ്. ട്രംപിന്റെ ഈ സമ്മാനം യഥാർത്ഥത്തിൽ ഒരു ഔദാര്യമല്ല, അതൊരു അന്ത്യശാസനമാണ്. ഇപ്പോൾ പോയാൽ പണം കിട്ടും, അല്ലെങ്കിൽ പണി കിട്ടും. വിദേശത്ത് നിയമവിരുദ്ധമായി നിൽക്കുന്നതിലും ഭേദം സ്വന്തം നാട്ടിലെ നിയമത്തിന് കീഴിൽ ജീവിക്കുന്നതാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകളുമായി വീണ്ടും കാണാം.